നമസ്കാരം. ഇന്ത്യക്കാരെ നിറമനസ്സോടെ സ്വാഗതമേകി കാത്തിരിക്കുകയാണ് ചൈന. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലൂന്നി ഈ വർഷം ചൈന 85,000-ൽ പരം ഇന്ത്യൻ പൗരന്മാർക്കാണ് വിസ അനുവദിച്ചത്. 2025 ജനുവരി 1 മുതൽ ഏപ്രിൽ 9 വരെയുള്ള ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് ഇത്രയേറെ വിസകൾ അനുവദിച്ചത്. ഇനിയും കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ ചൈന സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന അഭ്യർത്ഥനയോടെ ചൈനീസ് അംബാസഡർ സു ഫെയ്ഹോങ് ആണ് എക്സിലൂടെ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. ചൈന സന്ദർശിക്കാൻ കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുന്നു. തുറന്നതും സുരക്ഷിതവും ഊർജ്ജസ്വലവും ആത്മാർത്ഥവും സൗഹൃദപരവുമായ ചൈന അനുഭവിക്കുക, ചൈനീസ് അംബാസഡർ കുറിച്ചു. ന്യൂഡൽഹിയിലെ ചൈനീസ് എംബസിയും ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ കോൺസുലേറ്റുകളും ഈ വർഷത്തിലെ ആദ്യ 4 മാസങ്ങളിൽ 85,000-ലധികം വിസകൾ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകി. ഇനിയും കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കൾ തന്റെ രാജ്യം സന്ദർശിക്കണമെന്ന് ചൈനീസ് അംബാസഡർ സു ഫെയ്ഹോങ് അഭ്യർത്ഥിച്ചു. ചൈനീസ് എംബസിയുടെ വെബ്സൈറ്റ് പ്രകാരം ടൂറിസം, ബിസിനസ്, തൊഴിൽ, പഠനം, കുടുംബാംഗങ്ങളെ സന്ദർശിക്കൽ എന്നിവയ്ക്കാണ് വിസ അനുവദിച്ചിരിക്കുന്നത്. 2023-ൽ 1,80,000 വിസകൾ നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായി 2025-ലെ ആദ്യ 4 മാസങ്ങളിൽ മാത്രം 85,000 വിസകൾ നൽകിയെന്നതും ശ്രദ്ധേയം. ചൈനയിലേക്ക് സന്ദർശനത്തിനായി വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കായി അവരുടെ യാത്രാ സംബന്ധമായ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ചൈന മുൻകൂട്ടി ആരംഭിച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സുഗമമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന് ഇന്ത്യൻ പൗരന്മാരുടെ വിസ പ്രക്രിയയിൽ ഒട്ടനേകം ഇളവുകളും പ്രത്യേകിച്ച് വിസയ്ക്കായുള്ള ഫീസ് കുറയ്ക്കൽ, നിർബന്ധിത ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ ഒഴിവാക്കൽ തുടങ്ങിയ നടപടികളും ചൈന പ്രഖ്യാപിക്കുകയുണ്ടായി. അവ പ്രാവർത്തികമാക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇന്ത്യക്കാരായ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ചൈനീസ് ടൂറിസത്തിൽ പ്രത്യേക പാക്കേജുകളും ചൈന ഒരുക്കി വരികയാണ്. ഇന്ത്യയിലെ ചൈനീസ് എംബസിയും ഇവിടെ നിന്നും ചൈനയിലേക്കുള്ള യാത്രയ്ക്ക് പൂർണ്ണ പ്രോത്സാഹനമാണ് നൽകി വരുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൈനീസ് എംബസി അവരുടെ വെബ്സൈറ്റിൽ വിസ അപേക്ഷകൾക്കുള്ള ഇളവുകൾ അപ്ഡേറ്റ് ചെയ്ത പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതുപ്രകാരം ഇന്ത്യൻ അപേക്ഷകർക്ക് വിസ അപേക്ഷയ്ക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റുകൾ ആവശ്യമില്ല. പ്രവൃത്തി ദിവസങ്ങളിൽ അവർക്ക് നേരിട്ട് വിസ കേന്ദ്രങ്ങളിൽ അപേക്ഷകൾ സമർപ്പിക്കാനാകും. അതുപോലെ തന്നെ 180 ദിവസത്തിൽ താഴെ താമസം ലക്ഷ്യമിട്ടുള്ള ഹ്രസ്വകാല സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ എൻട്രികൾക്കായി ചൈന സന്ദർശിക്കുന്ന അപേക്ഷകരെ വിരലടയാളം പോലുള്ള ബയോമെട്രിക് ഡാറ്റ ശേഖരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം വിസ ലഭിക്കുന്നതിനുള്ള ഫീസും കുറച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കുള്ള വിസ ഫീസിന്റെ പുതുക്കിയ നിരക്കുകൾ ഇപ്രകാരമാണ്. ഒരാൾ മാത്രമുള്ള ചൈനീസ് സന്ദർശനത്തിന് 2,900 രൂപയാണ് വിസ ഫീസായി ഈടാക്കുന്നത്. അതേസമയം ഇരട്ട എൻട്രിക്ക് 4,400 രൂപയും 6 മാസത്തെ മൾട്ടിപ്പിൾ എൻട്രിക്ക് 5,900 രൂപയും 12 മാസമോ അതിൽ കൂടുതലോ കാലം ചൈനയിൽ തുടരുന്നതിനുള്ള മൾട്ടിപ്പിൾ എൻട്രിക്ക് 8,800 രൂപയുമാണ് ഈടാക്കുന്നത്. അതുപോലെ ഗ്രൂപ്പ് വിസയ്ക്ക് ഓരോ അപേക്ഷകനും 1,800 രൂപയാണ് ഈടാക്കുന്നത്. ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ ചൈനീസ് വിസ അപേക്ഷാ സേവന കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്ക് രേഖകൾ സമർപ്പിക്കാം. മഹാരാഷ്ട്രയിലോ കർണാടകയിലോ താമസിക്കുന്നവരുടെ വിസ അപേക്ഷകൾ മുംബൈയിലെ ചൈനീസ് കോൺസുലേറ്റ് ജനറൽ പ്രോസസ് ചെയ്യുന്നു. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ വിസ അപേക്ഷകൾ കൊൽക്കത്തയിലെ കോൺസുലേറ്റ് ആണ് പ്രോസസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്ന അപേക്ഷകരുടെ വിസ അപേക്ഷകൾ ന്യൂഡൽഹിയിലെ ചൈനീസ് എംബസിയാണ് പ്രോസസ് ചെയ്യുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ നിറവേറ്റുന്ന അപേക്ഷകൾ വിസ സെന്ററുകൾ അതേ ദിവസം തന്നെ സ്വീകരിക്കും. നീണ്ട 5 വർഷത്തിന് ശേഷം ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയും ചൈനയും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും വ്യാപാര ഇടപാടുകളിലും സാമ്പത്തിക വിഷയങ്ങളിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിനുള്ള ധാരണയിൽ എത്തിയത്. 2020-ൽ ഹിമാലയൻ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികരും 4 ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം രൂക്ഷമായിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ അതിർത്തിയിലെ സൈനിക വിന്യാസം ലഘൂകരിക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നതിലൂടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങിയത്. വാർത്തയുടെ നിറം തേടി തനിനിറം.